ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻസ വൈബ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫുഡ് വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഫുഡ് വ്ളോഗ് ഞങ്ങൾ കൊച്ചിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാവരും ബാങ്കേഴ്സാണ്. ഞാൻ ഇന്ന് എൻ്റെ കൊളീഗ്സിനോടൊപ്പമാണ് ഫുഡ് കൊച്ചി എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ മാർച്ച് 31 എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഏപ്രിൽ 1 ആകുമ്പോഴേക്കും ഞങ്ങൾ ബാങ്കേഴ്സ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യാം. സോ വെൽക്കം അഗെയിൻ ടു സാൻസ വൈബ്സ്. ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 11:30 ആയപ്പോഴേക്കുമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മളിപ്പോൾ പോകുന്നത് മട്ടാഞ്ചേരി പാലത്തിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കൊച്ചിയുടെ മനോഹാരിതയെല്ലാം എൻജോയ് ചെയ്ത് നമ്മൾ പോവാണ്. നല്ല ചൂടാണ്. ആദ്യം തന്നെ ഹോട്ടൽ സീകളിൽ എത്തണതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഒന്ന് തണുത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റിനൂസ് സ്കൂൾ ബാറിലേക്ക് കയറിയായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ തന്നെയാണ് കേട്ടോ റിനൂസ് സ്കൂൾ ബാർ. ഇവരുടെ ഏറ്റവും പ്രത്യേകത അവാക്കോഡോ ഷെയ്ക്കാണ്. ഞങ്ങളൊരു സ്പെഷ്യൽ അവാക്കോഡോ ഷെയ്ക്ക് കിട്ടും. ഡേറ്റ്സും ഐസ്ക്രീമും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല ഒരു ഷെയ്ക്കാണ്. നമുക്കപ്പോൾ ഈ ചൂട് സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഷെയ്ക്കും കൂടെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ എത്തി സീകളിലേക്ക്. സീകളിൽ നമ്മൾ ആദ്യമായിട്ട് വെൽക്കം ചെയ്യുന്നത് അവിടുത്തെ മനോഹരമായിട്ടുള്ള വിഷുക്കണിയാണ്. വിഷുക്കണിക്ക് വെക്കുന്ന വിഷുപ്പൂക്കളാണ് അവിടുത്തെ ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിഷുവിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ നിൽപ്പെല്ലാം. കുറേ കാറുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിരക്കകത്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായായിരുന്നു. കാറെല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ കയറുകയാണ് അകത്തേക്ക്. നമ്മളെ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴേക്കും തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു കുഞ്ഞ് ആനക്കുട്ടനാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ളൊരു ആനക്കുട്ടൻ. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ കാണാം. അവിടെ only for children below 2 years എന്ന് എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിലും നമുക്കൊരു ചെറിയൊരു പാർക്ക് ഏരിയ കാണാം. കുറച്ച് തണലും ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലം. ഇവിടെ നമ്മുടെ പേരും നമ്മുടെ മൊബൈൽ നമ്പറും എല്ലാം എഴുതി കൊടുക്കണം. എത്ര ആൾക്കാരെന്നനുസരിച്ചിട്ട് അവർ നമ്മൾ ടേബിളിൽ തരും. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും നമ്മളെപ്പോലെ തന്നെ കുറച്ച് ടീംസുകൾ അവിടെ കണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ വീണ്ടും കുറച്ച് ബാങ്കേഴ്സിനെ തന്നെയാണ് കണ്ടത്. അവരെല്ലാവരെയും പരിചയപ്പെട്ടു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ സീറ്റിലേക്ക് നോക്കി. ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് സീകൾ. ഇതിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ സീ ഫുഡ്സാണ്. നമുക്ക് ലൈവായിട്ടുള്ള ഫിഷുകൾ ഏതാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അത് എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളവിടെ വെയിറ്റിംഗ് ആയി. ഏകദേശം 1 മണിക്കൂർ വെയിറ്റിംഗ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ പാർക്ക് ഏരിയയിലേക്ക് പോയി. കുറച്ച് ഫോട്ടോഷൂട്ട്സും അവിടെ ഒന്ന് എക്സ്പ്ലോറും ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അധികം തിരക്കൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോൾ ഏകദേശം ഒരു 12 മണി ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തണലുള്ളത് കാരണവും നല്ല കാറ്റുള്ളത് കാരണവും നമ്മുടെ ആ ചൂട് അധികം നമുക്ക് അറിയുന്നില്ലായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളും കണ്ട് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു മുന്തിരിക്കൊലകളൊക്കെ ഉണ്ട്. ആദ്യം ഞങ്ങളത് പ്ലാസ്റ്റിക്കാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് അല്ല, ശരിക്കുമുള്ള പൂക്കളാണെന്ന്. സ്റ്റാർട്ടേഴ്സും മെയിൻ കോഴ്സും എല്ലാം ഒരുമിച്ച് തന്നെ ഓർഡർ ചെയ്യാനാണ് അവർ പറഞ്ഞത്. കാരണം കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യമേ പറയാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ട്. കാരണം നമ്മൾ ലൈവ് ഫിഷിനെയൊക്കെ തന്നെയാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് വന്നു. ഫസ്റ്റ് ചിക്കൻ 65 ആണ് വന്നത്. പിന്നെ ഞങ്ങൾ പ്രോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ടൈഗർ പ്രോൺസിൻ്റെ 2 വെറൈറ്റിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പൊള്ളിച്ചതും ഫ്രൈയും. അവരുടെ സീ ഫുഡ്സും നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളതായിരുന്നു. അതും കഴിഞ്ഞ് വീണ്ടും ടൈം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ കോഴ്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഹോട്ടലിലെ പല ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇറങ്ങി. അവിടെ നിന്ന് നല്ല അകത്തും സ്പേസ് ഉണ്ട്. അപ്പോൾ ആ പുറത്തെ ചൂട് അധികം നമുക്ക് അകത്തേക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും ബ്യൂട്ടിഫുൾ നമ്മൾ പുറത്ത് വ്യൂസ് തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വരുന്നത് ശാന്തി സാഗർ, അദാനി ഗ്രൂപ്പിൻ്റെ ഒരു ബ്രിഡ്ജറാണ്. അത് കണ്ടതും അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാവരും അത് ഷൂട്ട് ചെയ്യാനായിട്ട് എണീക്കാൻ തുടങ്ങി. കുറേ ആൾക്കാർ സെൽഫി എടുക്കുന്നത് കണ്ടായിരുന്നു. കുറേ ആൾക്കാർ വീഡിയോസ് എടുക്കുന്നത് കണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയുടെ സ്പെഷ്യാലിറ്റി ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ. വലിയ വലിയ കപ്പലുകളും ബ്രിഡ്ജേഴ്സും എല്ലാം.
നമുക്ക് LNG ടെർമിനൽ കാണാൻ പറ്റും അവിടെ. പിന്നെ അതേപോലെ ബോൾഗാട്ടി ഹയാട്ട് കാണാം, വാട്ടർ മെട്രോ പോകുന്നത് കാണാം. കൊച്ചിയുടെ വളരെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈവനിങ്ങിൽ ഇവിടുത്തെ വൈബ് വേറെ ലെവൽ തന്നെ ആയിരിക്കും. കാരണം ലൈറ്റിങ്സ് എല്ലാം വരും. കൊച്ചിയുടെ മനോഹരമായുള്ള ലൈറ്റിങ്സും ഈ ഹോട്ടലിലെ ലൈറ്റിങ്സും എല്ലാം കൂടെ ആംബിയൻസ് വളരെ നല്ലതായിരിക്കും. ഞങ്ങൾ വീണ്ടും 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട്, നല്ല വെയിലാണ്, സ്റ്റിൽ ഞങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നത്. നമ്മുടെ മെയിൻ കോഴ്സിൽ കാളാഞ്ചി പൊള്ളിച്ചതായിരുന്നു ഒരു ഹൈലൈറ്റായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പ്രോൺസും പൊറോട്ടയും ചപ്പാത്തിയും എല്ലാമായി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കുറേ ഐറ്റംസും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നമുക്ക് ഹൈലൈറ്റായിട്ട് പറയാൻ പറ്റുന്നത് ഇവരുടെ സർവീസ് തന്നെയാണ് കേട്ടോ. നല്ല സർവീസായിരുന്നു ഇവർ തന്നെ നമ്മളെ സെർവ് ചെയ്യാം എന്ന് പറഞ്ഞത് കാരണമാണ് ഈ കാളാഞ്ചി എങ്ങനെയാണത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. അവരത് 2 സൈഡും കീറി നടുക്കും കീറി അത് മുള്ളൊന്നുമില്ലാതെ നല്ല പീസുകൾ മാത്രം ഓരോ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതെല്ലാം നമുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും അത് നിർത്തി അവരുടെ ആ സെർവിങ് സ്റ്റൈല് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കാളാഞ്ചി പൊള്ളിച്ചത് തന്നെയായിരുന്നു. അതിൻ്റെ മുള്ളൊന്നും വരാത്ത രീതിയിലായിരുന്നു അവരത് സെർവ് ചെയ്ത് നമുക്ക് തന്നത്. നല്ല രീതിയിലുള്ള സർവീസിങ് തന്നെയാണ് അവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. ആ മുള്ളൊക്കെ അവർ മാറ്റുന്ന ആ സ്റ്റൈലൊക്കെ നമുക്ക് വളരെ കൗതുകത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും നോക്കിയിരിക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഭക്ഷണവും എല്ലാം അവിടുത്തെ നല്ലൊരു ഹൈലൈറ്റായിട്ട് തന്നെ നമുക്ക് പറയാം. ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് അങ്ങനെ എടുത്തു പറയാനില്ലെങ്കിലും നന്നായിട്ട് നമുക്ക് ഫാമിലിയൊത്ത് ഫ്രണ്ട്സോടൊപ്പം ഒത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ് സീഗൾ. അങ്ങനെ ഞങ്ങളുടെ എല്ലാം ഫുഡും എല്ലാം ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ആ കണിക്കുന്ന പൂക്കളുടെ കീഴിൽ നിന്നും ഒരു ബൈയും പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.